ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇന്ന് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ തിരിക്കുന്ന ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായ വിടുതലുകളും ദൈവപ്രവൃത്തികളും കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ സ്വർഗം മാറ്റുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിനമായി തീരുവാൻ ഇടയാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്ത. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ഒരു ദൂത്. അതിൽ നിന്ന് ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. പണ്ടത്തെ അനുഭവങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ മറക്കുന്ന അവസ്ഥയിൽ കർത്താവ് പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഏതാ എൻ്റെ ജീവിതത്തിൽ, ഏത് വഴിയാ, ഏത് വാതിലാ ഇപ്രകാരം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ ഹൃദയതലം ആയിരിക്കുമ്പോൾ ആ അവസ്ഥയോട്, ആ തലത്തിൽ ജീവിക്കുന്ന ദൈവത്തിനോട് ദൈവത്തിന് ഇടപെടാനുണ്ട്, കർത്താവിന് സംസാരിക്കാനുണ്ട്. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പണ്ടത്തെ കാര്യങ്ങളെ, പണ്ടത്തെ അവസ്ഥകളെ മറക്കുന്ന ഒരത്ഭുത വിടുതൽ ദൈവത്തിൻ്റെ പൈതലേ ഈ ദിവസങ്ങളിൽ പുതിയതൊന്ന് ജീവിതത്തിൽ സംഭവിക്കും. പുതിയതൊന്ന് കൂടാരത്തിൽ വെളിപ്പെട്ടു വരും. പുതിയതൊന്ന് കർത്താവിൻ്റെ പ്ലാനാണ്. പുതിയതൊന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പുതിയ വഴികൾ തുറക്കുന്ന ദൈവം, പുതിയ വാതിലുകൾ തുറക്കുന്ന ദൈവം. അപ്രകാരമുള്ള ദൈവത്തിൻ്റെ സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ചലിക്കാൻ പോകുന്നു. വചനം പറയുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ദൈവം ചെയ്യുന്ന കാര്യം എപ്പോൾ സംഭവിക്കും, എപ്പോൾ നടക്കും? ഇപ്രകാരം മനസ്സിന്മേൽ ഇങ്ങനെ ചിന്താഭാരത്തോടെ ആയിരിക്കും ദൈവത്തിൻ്റെ പൈതലേ. ദൈവത്തിന് ഇപ്പോൾ ഉത്ഭവിപ്പിക്കുക, ഇപ്പോൾ അതിനെ പുറത്തു കൊണ്ടുവരിക, ഇപ്പോൾ അതിനെ തെളിയിക്കുക ശക്തനാണ്. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. വിശ്വാസത്തോടെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് ചില ഉറവുകൾ പുതിയത് തുറന്നു തരാൻ പോകുന്നു. ചില വഴിത്താരകൾ പുതിയത് കർത്താവ് തുറന്നു തരാൻ പോകുന്നു. ജീവിത വഴിത്താരിൽ ഇതാ ഒരു പുതിയ അധ്യായം ദൈവത്തിൻ്റെ പൈതലേ അത് തുറക്കാൻ പോവുക. അതിൻ്റെ സമയം ആയിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഞാൻ മരുഭൂമിയിൽ ഒരു വഴി തുറക്കുമെന്ന് വചനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നവർ ദൈവത്തിൻ്റെ വഴി കണ്ടില്ലേ? ഹാഗറും പൈതലും ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം അവസാനിച്ചു, അസ്തമിച്ചു. ഇനി ജീവിതം മുമ്പോട്ടില്ല. ഇനി ജീവിതത്തിൻ്റെ പ്രത്യാശ മുഴുവൻ സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ട് ആ സമയത്ത് ദൈവം അവർക്ക് വേണ്ടി ആ മരുഭൂമിയിൽ ഒരു പുതിയ ഉറവ തുറന്നു കൊടുത്തില്ലേ? അവരുടെ ചരിത്രം തിരിയുന്ന, അവരുടെ ജീവിതം മാറുന്ന, അവരുടെ ജീവിതസ്ഥിതിക്ക് സ്ഥിരത വെളിപ്പെടുത്തുന്ന, ഉറപ്പ് നൽകത്തക്ക നിലയിലുള്ള ഉറവയല്ലേ പുതിയതൊന്ന് ദൈവം തുറന്നു കൊടുത്തു. ദൈവത്തിൻ്റെ പൈതലേ, അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പുതിയ ഉറവ തുറക്കപ്പെടുമ്പോൾ ജീവിത ചരിത്രം മാറുക, ജീവിത സാഹചര്യങ്ങൾ തിരിയുക, ജീവിതം സ്ഥിരപ്പെടുത്തുന്ന, ഉറപ്പ് നൽകത്തക്ക നിലയിൽ താൽക്കാലികമായതല്ല, നിത്യമായി തന്നെ തുറന്നു തരുന്ന ദൈവിക ഇടപെടൽ, ദൈവത്തിൻ്റെ പദ്ധതി ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ
വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൂത് ആഴത്തിൽ വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലെ, ചരിത്രം മാറ്റി എഴുതിയ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലും അങ്ങനെ അപ്രകാരം തന്നെ ഉറവ തുറന്ന് മാനിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ഈ മരുഭൂമിയിൽ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ശൂന്യതയിൽ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യത്തിൽ പുതിയതൊന്ന് ദൈവം ചെയ്യുന്നു. മരുഭൂമിയിലെ വഴി ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നതാ. മരുഭൂമിയിലെ വഴി ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതാ, ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നതാ. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലെ, ഇപ്പോഴുള്ള അനുഭവങ്ങൾ, ഇപ്പോഴുള്ള വഴികൾ അതൊക്കെ താൽക്കാലികം, അതൊക്കെ അല്പസമയത്തേക്ക് മാത്രം ദൈവം തുറന്നു തരുന്നത്. അത് നിത്യമായിരിക്കും, അത് ശ്രേഷ്ഠമായിരിക്കും. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്ന പറഞ്ഞ അവസ്ഥയിൽ ദൈവം അരുളി ചെയ്ത ദൂതുകൾ, ദൈവം അരുളി ചെയ്ത ആലോചനകൾ ദൈവത്തിൻ്റെ പൈതലെ ഒരിക്കലും നിഷ്ഫലമായി പോകാതെ ജീവിതത്തിൻ്റെ സ്ഥിതി, പണ്ടത്തെ അനുഭവങ്ങളെ, പഴയ കാലങ്ങളെ മുഴുവൻ മറക്കുന്ന പുതിയ പുസ്തകം ഇതാ ജീവിതത്തിൽ തുറന്നു വരുന്നു. ആ നിലവാരത്തിൽ ദൈവം സഹായിക്കാൻ പോകുന്നു. ആ അവസ്ഥയിൽ ദൈവം സഹായിക്കാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഭക്തന്മാരുടെ ജീവിതത്തിൽ തുറന്നുകൊടുത്ത ദൈവം, ദൈവത്തിൻ്റെ പൈതലെ, ഇന്നും കർത്താവിന് അതുപോലെ പ്രവർത്തിക്കാൻ കഴിയും. നിർജ്ജന പ്രദേശമാണെങ്കിലും മരുഭൂമിയാണെങ്കിലും സാധ്യതകളുണ്ട്. മാനുഷിക തലത്തിൽ നോക്കുമ്പോൾ ഒരു സാധ്യതയില്ല. പക്ഷേ വചനം പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, ദൈവം പുതിയതൊന്ന് അവിടെ ആരംഭിക്കും. അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് പകൽ, ഈ ദിവസം ദൈവത്തിൻ്റെ പൈതലെ, ദൂത് ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കാൻ പോകുന്നു. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കർത്താവ് അനുഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം പുതിയതൊന്ന് ദൈവം ചെയ്തു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. പഴയ അവസ്ഥകളെ മറക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ ജനത്തെ കർത്താവെ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്കും വിശാലതയിലേക്കും നടത്തുന്ന ദൈവത്തിൻ്റെ വഴികൾ കർത്താവെ പുതിയതായി മാറത്തക്ക നിലയിൽ പുതിയത് ചെയ്തു കൊടുക്കുന്ന അത്ഭുതത്തിൻ്റെ ദൈവപ്രവർത്തിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.